ഇടുക്കിയെ അടിമാലിക്ക് സമീപം തൂക്കുപാറയിൽ വിനോദസഞ്ചാരികളുടെ വാഹനം മറിഞ്ഞ് അപകടം. 17 പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട്ടിലെ ട്രിച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി. സന്ദീപ്, എത്ര പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്? യേഷ് കുമാർ, രാവിലെയോട് കൂടിയാണ് അപകടം നടക്കുന്നത്. ഏതാണ്ട് 8:30 കൂടിയാണ് ഈ തൃച്ചിയിൽ നിന്നെത്തിയ സംഘം നേരെ തൃശ്ശൂർക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാർ സന്ദർശനം കഴിഞ്ഞ് അവർ ആനച്ചാല് കഴിഞ്ഞ് തൂക്കുപാറയിലേക്ക് എത്തുന്ന സമയത്തായിരുന്നു അപകടമുണ്ടായിരുന്നത്. 17 പേരായിരുന്നു, ഡ്രൈവർ അടക്കം കുട്ടികളുമടക്കം 17 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഈ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഇത്തരത്തിൽ അപകടമുണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും മോട്ടോർ വാഹന വകുപ്പും ജില്ലാ കളക്ടറുടെയും വാഹനം ഇതിന് തൊട്ടു പിന്നാലെ എത്തുകയായിരുന്നു. അവരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എന്നാൽ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിലേക്ക് വാഹനം ചെന്ന് തങ്ങി നിന്നതുകൊണ്ടാണ് വലിയ ഒരു അപകടം ഒഴിവായത്, ദുരന്തം ഒഴിവായത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളായതുകൊണ്ട് തന്നെ ഇടുക്കിയുടെ റോഡുകളെ സംബന്ധിച്ച് കൃത്യമായ പരിചയമില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാതെയാണ് എത്തുന്നത് എന്നുള്ള ഒരു നിഗമനമുണ്ട്. അത്തരത്തിൽ തന്നെ ഇറങ്ങി വരുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായിരുന്നാലും വലിയൊരു ദുരന്തത്തിലേക്ക് പോകേണ്ട അപകടമാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാഹനം അവിടെ നിന്നും തെന്നി മാറി സൈഡിലെ മരത്തിൽ തങ്ങി നിന്നതുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്കറിയാം കുത്തങ്കലിന് സമീപം വാഹന അപകടം ഉണ്ടാവുകയും 4 പേർ മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നതും നിരന്തരമായി വലിയ ദുരന്തങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. അവധിക്കാലം ആഘോഷമാക്കുന്നതിന് വേണ്ടി നിരവധി സഞ്ചാരികൾ എത്തുന്നത് കൊണ്ട് തന്നെ ഈ റോഡ് സുരക്ഷ പാലിക്കുക എന്നുള്ളത് കൃത്യമായി പാലിച്ച് മുമ്പോട്ട് പോയില്ല എങ്കിൽ അപകടങ്ങൾ വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായിരുന്നാലും ഇന്ന് നടന്ന അപകടത്തിൽ കാര്യമായ പരിക്കുകൾ ഉണ്ടായിട്ടില്ല. മറ്റ് അപകടങ്ങളും ഒഴിവായി എങ്കിൽ പോലും ഇത്തരം അപകടങ്ങൾ നിരന്തരമായി നൽകുന്നത് കൊണ്ട് തന്നെ സുരക്ഷാ സൂചനാ ബോർഡുകൾ അടക്കം സ്ഥാപിക്കുകയും ബോധവൽക്കരണം അടക്കം നടത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും പുറത്തുനിന്ന് എത്തുന്ന വാഹനങ്ങൾ നിരന്തരമായി അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഇടുക്കിയുടെ റോഡുകളുടെ ഒരു പ്രത്യേകത കൂടിയാണ്. കുത്തിറക്കവും കൊടും വളവും നിറഞ്ഞ അപകട സാധ്യത ഏറെ നിലനിൽക്കുന്ന റോഡിലൂടെ വേഗത്തിൽ വാഹനം ഓടിക്കുന്നു, ഇല്ലെങ്കിൽ ചെറിയ ഗീറിൽ ഇറങ്ങിപ്പോകുന്നു. ഇതൊക്കെ അപകട കാരണമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ വലിയ സൂക്ഷ്മതയോടെ വാഹനം ഓടിക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും നിലവിലുള്ള ആളുകൾക്കൊന്നും മറ്റ് പ്രതിസന്ധികളില്ല. അവർക്കെല്ലാം ചികിത്സ കഴിഞ്ഞ് മടങ്ങാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ വാഹനം കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. മറ്റൊരു വാഹനത്തിൽ ഇവർ യാത്ര തുടരാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.